ഭരതേട്ടൻ്റെ മകൻ ദുർഗാദാസ്ജി അദ്ദേഹം നിലമേൽ വെച്ച് കൊല്ലപ്പെട്ടൊരു സമയത്ത് അന്ന് ഭാസ്കർ റാവുജിയെ സമാധാനപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അന്ന് അതെ സേതുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം. രണ്ട് കാര്യങ്ങളാണ്. ദുർഗൻ വധിക്കപ്പെട്ടു. ആ സമയത്ത് ഭാസ്കർ റാവു വളരെ ആവശ്യകതയിലായിരുന്നു. പക്ഷേ ഭാസ്കർ റാവുന് ദുർഗൻ്റെ ശരീരം കാണണം. നമ്മൾ വളരെ കഴിയും ഭാസ്കർ റാവുനെ ശ്രമിച്ചു, പക്ഷേ കണ്ടേ മതിയാവും. അതുകൊണ്ട് ഭാസ്കർ റാവു ഇത് അന്ന് ദുർഗനെ കൊണ്ടുവന്ന് പെരുമ്പാവൂർ ഭാഗത്ത് കൂടിയിട്ടാണ് പോയത്, എറണാകുളത്തൂടെ വരില്ല. അവിടുന്ന് പെരുമ്പാവൂർ വന്നിട്ട് ഭാസ്കർ റാവുവിനെ കാണാൻ തയ്യാറായി, അല്ല ദുർഗനെ കാണാൻ. ശവസംസ്കാരം ദുർഗൻ മരിച്ചു എന്നുള്ള വിവരം അറിയിക്കാൻ ഞാനും CP ജനാർദ്ദനും കൂടിയിട്ടാണ് ഭരതേട്ടനെ കാണാൻ നിലമ്പൂർ പോയത്. അപ്പോൾ ഭരതേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ദുർഗന് അറ്റാക്ക് നടന്നിട്ടുണ്ട്, ഹോസ്പിറ്റലാണ്, വളരെ വിഷമം, മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, വളരെ വിഷമത്തിലാണ് കണ്ടീഷൻ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭരതേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്നറിയോ? കണ്ണൂരിലൊക്കെ മരിച്ച ആൾക്കാർ എൻ്റെ സ്വന്തം മക്കൾ തന്നെയല്ലേ, ഞാൻ ഈ ദുർഗൻ്റെ കാര്യത്തിൽ എന്നെ അത്ര വിഷമിക്കുന്നു. അതുകൊണ്ട് ദുർഗൻ്റെ ബോഡി എത്തി സംസ്കാരം കഴിയുന്നത് വരെ ആ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആത്മവിശ്വാസത്തിനുള്ളൊരു ഭരതേട്ടൻ്റെ. പിറ്റേ ദിവസം അച്ഛൻ ഭരതേട്ടൻ്റെ സ്വയംസേവമാണ്, അപ്പോൾ ഭരതേട്ടനെ കാണാനായിട്ട് അവിടെ വന്നു. ആ സമയത്താണ് അച്ഛൻ അറിയുന്നത് ഭരതേട്ടൻ എറണാകുളത്ത് പോയി. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഭരതേട്ടൻ നമ്മളോട് പറഞ്ഞത്, ഞാൻ ദുർഗൻ്റെ അച്ഛനാണ്, പക്ഷേ പ്രചാരകൻ്റെ പിതാവെന്നുള്ള സ്ഥാനം പ്രാന്തപ്രചാരകൻ ഭാസ്കരവന് മോശം. എന്നേക്കാൾ കൂടുതൽ വേദന ഭാസ്കരവുണ്ടാവും. ഭാസ്കരവനെ ഒരു സ്വയം സേവക എൻ്റെയാണ് ചുമതല എന്നൊക്കെ അദ്ദേഹം. അതായിരുന്നു ഭരതേട്ടൻ്റെ സമയത്ത്. രണ്ട് റിയാക്ഷൻ. കണ്ണൂരിലൊക്കെ മരിച്ചു വീഴുന്ന ആൾക്കാർ എൻ്റെ സ്വന്തം മക്കളല്ലേ, ഞാൻ ദുർഗൻ്റെ കാര്യത്തിൽ എന്ത് വിഷമമുണ്ട് ആവശ്യം. അതിനെക്കുറിച്ച് ദുർഗനെക്കുറിച്ചുള്ള വേറൊരു കാര്യമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഞാൻ മലബാർ ഭാഗത്താണല്ലോ. അപ്പോൾ ദുർഗൻ അന്ന സമയത്ത് വർക്കറാണ്. ഭരതേട്ടൻ തിരിച്ച് വന്ന് വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ല, ആ കണ്ടീഷനിലാണ്. അപ്പോൾ ദുർഗൻ ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു. 2 ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്തു, വീട്ടിൽ പോയില്ല. അപ്പോൾ അവസാനം മലപ്പുറത്ത് എത്തിയിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് വന്നപ്പോൾ ദുർഗൻ പറഞ്ഞു, സേതുവേട്ടൻ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ എനിക്ക് കോഴിക്കോട് പോയ പോലെ ഞാനിപ്പോൾ നിലമ്പൂർ വന്നിട്ട് വീണ്ടും ഇത്രയും പോകുന്നുണ്ട്, അല്ല സേതുവേട്ടൻ വന്നിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇയാളുടെ കൂടെ പോയി, ഇയാളുടെ നിർബന്ധമുണ്ട്. അപ്പോൾ ആ സമയത്ത് 2 ദിവസമായിട്ട് എവിടെ പോയെന്നറിയില്ല, അറസ്റ്റ് ചെയ്തോ ജയിലിലാണോ എന്നറിയാം. ഭരതേട്ടൻ അങ്ങനെ മുൻവശത്ത് ഒരു കസേരയിൽ ഇരിക്കുക. അപ്പോൾ ഇയാളുടെ കൂടെ എന്നെ കണ്ട ഉടനെ തന്നെ ഭരതേട്ടൻ വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ ദുർഗ എന്നുള്ളത് ഭരതേട്ടൻ്റെ വിഷമം മുഴുവൻ ആ ഒറ്റ വാക്കിൽ തീർത്തു. കൊണ്ട് ഞാനുണ്ട്, സംഘത്തിൻ്റെ പ്രചാരകനുണ്ട്, അദ്ദേഹത്തിന് വിഷമമുണ്ടാകരുത്. ഈ രീതിയിൽ മകനും അച്ഛനും